ഇന്ന് നമ്മുടെ കൂടെയുള്ളത് CMA USA എക്സാമിൽ കഴിഞ്ഞ വിൻഡോയിൽ ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് വാങ്ങിയ മുഹമ്മദ് ഷിബിലാണ്. ഷിബിൽ നമ്മുടെ ലെഡ്ജ് ഗേറ്റിലെ ഓൺലൈൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. 2 to 3 hours ആണ് നമ്മൾ പെർ ഡേ കാണേണ്ടത്. അത് കറക്റ്റായിട്ട് നമ്മളൊരു സ്ട്രക്ചറിൽ ഓൺലൈൻ ക്ലാസ്, പിന്നെ ടെക്സ്റ്റ് ബുക്ക്, പിന്നെ ക്വസ്റ്റ്യൻ ബാങ്ക്, പിന്നെ മോക്ക്, ഈ ഒരു രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ എന്തായാലും വർക്കിംഗ് പ്രൊഫഷൻസിനും പറ്റും. ഞാനും വർക്ക് ചെയ്തിട്ട് തന്നെ പഠിച്ചതുകൊണ്ട് വെരി കോൺഫിഡൻറ്റ് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. കൺസെപ്റ്റ്സ് അറിയോ, ലോജിക് ഉണ്ടോ, അത് ടാക്കിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് വാങ്ങിയ ഈ CMA USA എക്സാമിൻ്റെ എക്സാം പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? എക്സാം പ്രിപ്പറേഷനിൽ ആദ്യം ശ്രദ്ധിച്ച കാര്യം ഒന്ന് മൈൻഡ് സെറ്റ് ആയിരുന്നു. മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ റോണ്ട ബാൻഡ് സീക്രട്ട്, അതുപോലെ മലയാളം അഫിർമേഷൻ എന്ന് പറഞ്ഞ ചാനലുണ്ട് യൂട്യൂബിൽ. പുള്ളിയുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ജസ്റ്റ് തുടങ്ങും. അപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പിന്നെ പഠിച്ച രീതി എന്ന് വെച്ചാൽ ആദ്യം ഓൺലൈൻ ക്ലാസ് കാണാറാണ്. ആ ഒരു ചെറിയ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 6 സെക്ഷനാണുള്ളത് പാർട്ട് 2-ൽ. അതിൽ ഫസ്റ്റ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ സബ് ടോപ്പിക്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ടോപ്പിക്കിൻ്റെ ക്ലാസ്സസ് ഉണ്ടാവുമല്ലോ. ആ ക്ലാസ് എടുത്തിട്ട് ആദ്യം ക്ലാസ് കണ്ടിട്ട് പിന്നെ ഹോക്കിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വായിക്കും. ഹോക്കിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് തന്നെയാണ് അധികം ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ അതിൽ ആ ടെക്സ്റ്റ് ബുക്ക് കൂടെ വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടും. ആ ക്ലാസ് വിത്ത് ടെക്സ്റ്റ് ബുക്ക് ആകുമ്പോൾ പിന്നെ അതിൻ്റെ തന്നെ സെക്ഷൻസ് നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണല്ലോ. അപ്പോൾ അത് എടുത്തിട്ട് ഫുൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യും. അപ്പോൾ അതിൽ തന്നെ ആയിരിക്കും എക്സാമിന്, ആ ഒരു കൺസെപ്റ്റ് തന്നെ ആയിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അങ്ങനെ എല്ലാ സെക്ഷൻസും തീർക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സെക്ഷൻ കഴിയുമ്പോൾ അതിൻ്റെ ഒരു മോക്ക് എഴുതും. February 13th ഞാൻ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ February 1 മുതൽ 13 വരെ ഞാൻ മോക്കിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇടയിൽ ഒരു 5-6 മോക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ഹെൽപ്ഫുൾ ആയി. എക്സാം ടൈമിന് ടൈമിങ് നോക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ എക്സാം 6 മോക്ക് എന്നൊക്കെ പറഞ്ഞാൽ 3 hours എക്സാമാണ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട് എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് നല്ല ഹെൽപ്ഫുള്ളായി എക്സാമിന്. ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലെഡ്ജ് ഗേറ്റിലെ CMA USAയുടെ ഓൺലൈൻ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് CMA പാസ്സാകാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്? ഓൺലൈൻ ക്ലാസ് കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിരുന്നു ഫുള്ള് ഉണ്ടായിരുന്നത്. ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ കുഴപ്പമില്ലായിരുന്നു. മീൻസ് ത്രില്ലിംഗ് ആയിട്ട് തന്നെയാണ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വലിയ ബോറടി ഇല്ലാതെ ക്ലാസ് കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഹോക്ക് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിരുന്നു. അപ്പോൾ പിന്നെ ഹോക്ക് വായിക്കുന്ന സമയത്ത് ഈ ക്ലാസ് ഇതുകൂടെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയിരുന്നു. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് പെട്ടെന്ന് തന്നെ കവർ ചെയ്യാൻ അത് ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് ചെയ്യാറുണ്ട് ഫാക്കൽറ്റീസിനെ. അപ്പോൾ അവർ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. ചില പോർഷൻസിൽ നമുക്ക് ഡൗട്ട് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് ക്ലിയർ ചെയ്യും തന്നുകൊണ്ട് എനിക്ക് ക്ലാസ് ഓക്കെ ആയിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസും കൂടെ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതും വിത്ത് ക്ലാസ് ആയതുകൊണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോം എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഈ ഒരു ആസ് എ വർക്കിംഗ് പ്രൊഫഷണൽ CMA അതുപോലെ CMAയുടെ സിലബസ് ഒക്കെ എത്രത്തോളം ഒരു ജോബിന് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്? ഇതിന് പഠിച്ചതിന് ശേഷം നമുക്ക് വർക്കിങ്ങിൽ എന്തായാലും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വാല്യുവേഷൻ വന്നിരുന്നു കമ്പനിയുടെ. ആ സമയത്ത് DCF-ൽ 5 years DCF പ്രോഫിറ്റ് എടുത്തിട്ട് DCF-ൽ വാല്യൂ ചെയ്തിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ, ഇപ്പോൾ നമ്മൾ സർവീസ് സെക്ടറാണ്. അപ്പോൾ അതിൽ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ ആ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ കോസ്റ്റിങ്ങിലൊക്കെ നമ്മൾ പണ്ട് യൂസ് ചെയ്തതിനേക്കാൾ ബെറ്ററായിട്ട് ഇതിൽ കൺസെപ്റ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഓവർ ഹെഡ്സ് ഒക്കെ ആഡ് ആക്കാൻ പറ്റും. ചില ഓവർ ഹെഡ്സ് നമ്മൾ ഇതിലെങ്ങനെ കൊണ്ടുവരാൻ നമുക്കറിയില്ലായിരുന്നു. അതൊക്കെ ഇത് പഠിച്ചതിന് ശേഷം ഈ വർക്കിംഗ് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ലൈക്ക് കൺസെപ്റ്റ്സ്. ഷിബിൽ ഒരു വർക്കിംഗ് പ്രൊഫഷണലാണ്. അപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക ഓൺലൈനായിട്ട് CMA പഠിച്ചു, പാസ്സായി, ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചു. അപ്പോൾ ഇനി CMA ചെയ്യാൻ ആഗ്രഹിക്കുന്ന വർക്കിംഗ് പ്രൊഫഷണൽസ് ആയ CMA ആസ്പിരൻസിനോട് എന്താണ് പറയാനുള്ളത്? ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് 9 to 5 ആണ് വർക്കിംഗ് ഹവേഴ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നൈറ്റാണ് നമുക്ക് പഠിക്കാൻ പറ്റിയ സമയമുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഓൺലൈൻ ക്ലാസ് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 3 hours പെർ ഡേ ഒരു 3 months കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് കൺസെപ്റ്റ് ഓറിയന്റലി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് പാസ്സാകാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇതിലൊരിക്കലും മെമ്മറൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കുറവാണ്. എല്ലാം കൺസെപ്റ്റ് ഓറിയന്റഡ് ആണ്. കൺസെപ്റ്റ്സ് അറിയോ, ലോജിക് ഉണ്ടോ, അത് ടാക്കിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ 2 to 3 hours ആണ് നമ്മൾ പെർ ഡേ കാണേണ്ടത്. അത് കറക്റ്റായിട്ട് നമ്മളൊരു സ്ട്രക്ചറിൽ ഓൺലൈൻ ക്ലാസ്, പിന്നെ ടെക്സ്റ്റ് ബുക്ക്, പിന്നെ ക്വസ്റ്റ്യൻ ബാങ്ക്, പിന്നെ മോക്ക്, ഈ ഒരു രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ എന്തായാലും വർക്കിംഗ് പ്രൊഫഷൻസിനും പറ്റും. ഞാനും വർക്ക് ചെയ്തിട്ട് തന്നെ പഠിച്ചതുകൊണ്ട് വെരി കോൺഫിഡൻറ്റ് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് വാങ്ങിയതുപോലെ ഇനി ഫ്യൂച്ചറിൽ ലൈഫിൽ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.